നമസ്തേ. നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത് നമുക്കറിയാത്ത ഏതോ ഒരു എലിമെൻ്റാണ്. ചിലപ്പോൾ അത് സ്വരമാകാം, ശരീരഭാഷയാകാം, താമസിക്കുന്ന സ്ഥലമാകാം, വീടുമാകാം. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഗതി നിശ്ചയിക്കുന്നത് ഏത് ഘടകമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ചിലർ വീട് മാറുന്നതോടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്. വീടിൻ്റെ മാറ്റത്തോടെ വിജയിക്കുന്നവരുമുണ്ട്. 4 പേർ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരാളുടെ ഭാഗ്യം കാർ അപകടമുണ്ടാക്കുന്നില്ല. അതുപോലെ സുഹൃത്തുക്കളെ മാറ്റുക വഴി പരാജയത്തിൽ ചെന്ന് ചാടുന്നവരുമുണ്ട്. ചിലരുമായുള്ള ബന്ധം ഒഴിവാക്കുമ്പോൾ നമുക്ക് ഉയർച്ചയുണ്ടാവുകയും ചെയ്യും. മണ്ടന്മാരായ ചിലർ വീട് വിട്ട് മറ്റൊരിടത്തേക്ക് താമസം മാറുന്നതോടെ മഹാന്മാരായി മാറുന്നതുമുണ്ട്. ഏത് ഘടകമാണ് നമ്മളെ വിജയത്തിൽ എത്തിക്കുന്നതെന്ന് നമുക്കറിയുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. എനിക്ക് സന്തോഷം ആവശ്യമില്ല എന്ന് ഏതെങ്കിലും കപടബുദ്ധികൾ പറയുന്നുണ്ടെങ്കിൽ അത് നുണയാണ്. സന്തോഷത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സത്സംഗം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് തികച്ചും ബാഹ്യമായ ശക്തികളാണ്. ആരുമായിട്ടാണ് നാം സംസാരിക്കുന്നത്? ഏത് വിഷയമാണ് നാം സംസാരിക്കുന്നത്? മനസ്സിലേക്ക് ദുഃഖം വലിച്ചെറിയാൻ സത്സംഗം ഉണ്ടാവണമെങ്കിൽ സജ്ജനങ്ങളുമായി കൂട്ട് ഉണ്ടാവണം. സജ്ജനങ്ങളുമായുള്ള കൂട്ടുചേരുമ്പോൾ മാത്രമേ അത് ഉണ്ടാവൂ. ഒരു തീവണ്ടി യാത്രയിൽ പോലും സഹയാത്രികൻ നന്നായിരിക്കണം. കലഹപ്രിയരായ ബന്ധുജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളെ ഉണ്ടാക്കും. കോടികൾ മുടക്കി നമുക്ക് മണിമാളികൾ പണിയാം. പ്രമാണിമാരെ സുഹൃത്തുക്കളെയും മിത്രങ്ങളെയും ഉണ്ടാക്കാം. പക്ഷേ ശാന്തി തരുന്ന സജ്ജനങ്ങളെ കിട്ടാനാണ് പ്രയാസം. എന്നാൽ സജ്ജനങ്ങൾ നമ്മെ തേടിയെത്തും. നാം നമ്മുടെ കോപത്തെ അടക്കി ജീവിക്കുക. കോപത്തെ അടക്കുന്നവൻ നമ്മെ തന്നെയാണ് മഹാൻ. തൻ്റെ കോപം തീർച്ചയായും ഫലിക്കും എന്നുള്ളിടത്താണ് അത് നിയന്ത്രിക്കേണ്ടത്. അതാണ് ആത്മനിയന്ത്രണം. തന്നിൽ എളിയവരോട് കോപിച്ചാൽ അത് ഫലിക്കും. അവിടെയാണ് കോപിക്കാതെ സ്വയം നിയന്ത്രിച്ച് മഹത്വം കാണിക്കേണ്ടത്. തന്നേക്കാൾ വലിയവരോട് കോപിച്ചാൽ അത് തനിക്ക് തന്നെ വിനയായി തീരുകയും ചെയ്യും. തന്നേക്കാൾ എളിയവരോട് കോപിക്കുന്നതെങ്കിൽ അതൊരു പാപകർമ്മമായി മാറും. അതിനേക്കാൾ വലിയൊരു ദോഷം വരാനുമില്ല. അതുകൊണ്ട് തന്നേക്കാൾ ഉയർന്നവർ, തനിക്ക് സമന്മാരായിട്ടുള്ളവർ, തന്നിലും എളിയവർ തുടങ്ങി സർവ മനുഷ്യരോടും ഒരേ നിലയിൽ കോപം മറന്ന് പെരുമാറുക. കോപം നിമിത്തം തിന്മകൾ മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ടാണ് സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ട് എപ്പോഴും നല്ലതാണ് എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മെ അറിയുന്നവർ എത്ര പേരുണ്ടാവും? നമ്മെ അറിയുന്നവരാണല്ലോ മാലോകർ.
അവരാണല്ലോ നാം ആരോരെന്ന് വിളിക്കുന്നത്. എല്ലാവരും അറിയുന്നവരല്ലല്ലോ. നാം മാലോകർ എന്ന് വിളിക്കുന്നവർ നാം ജീവിക്കുന്ന ഈ വിശാലമായ ലോകത്ത് 1000-ഓളം പേർ ഒരു ശരാശരിക്കാരനെ അറിയാനിടയുണ്ട്. ഇവർക്ക് വേണ്ടിയാണ് നാം വലിയ വീട് വെക്കുന്നത്. ഇവർക്ക് അത്ഭുതം തോന്നിക്കാനാണ് നാം വില കൂടിയ വാഹനം വാങ്ങിക്കുന്നത്. പല കാര്യങ്ങളും ചെയ്യുന്നത് 8-10 ആളുകളുടെ അഭിനന്ദനം കിട്ടാൻ വേണ്ടിയാണ്. കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നത്ര ആളുകളുടെ പ്രീതിക്ക് വേണ്ടിയാണ് നാം ഈ വേഷങ്ങളൊക്കെ കെട്ടുന്നത്. എന്നിട്ട് അവരുടെ പ്രീതി കിട്ടുന്നുണ്ടോ? അവർ നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ടോ? അവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടുന്നുണ്ടോ? ഇല്ല എന്നു തന്നെയാണ് ഉത്തരം. ആധുനിക മനുഷ്യൻ കമ്പ്യൂട്ടറിലൂടെ മടക്ക ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് തീർത്ഥയാത്രയ്ക്ക് പോകും. ശീതീകരിച്ച ഹോട്ടൽ മുറിയിൽ നിന്നും ശീതീകരിച്ച വാഹനത്തിൽ വീണ്ടും യാത്ര. കാശിയിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുന്നവെങ്കിൽ കാശിക്കും രാമേശ്വരത്തിനും ഇടയിലുള്ള പ്രകൃതിയുമായി സന്ധി ചേരുന്നില്ല. വാസ്തവത്തിൽ യാത്രകൾ എപ്പോഴും സത്സംഗയാത്രകളാകണം. നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ഗുരുനാഥൻ ഉണ്ടാവണം. എങ്കിലേ യാത്ര കൊണ്ട് ഗുണമുള്ളൂ. ഏതൊരു യാത്രയും വിജ്ഞാനപ്രദമാകുമ്പോൾ മനസ്സിൽ സംസ്കാരം ഉടലെടുക്കും. ആ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ ഓരോ യാത്ര കഴിയുമ്പോഴും നാം പുതിയ മനുഷ്യനായി മാറണം. സ്വഭാവത്തിൽ മാറ്റമുണ്ടാകണം. ഈ പരിവർത്തനം ബന്ധുജനങ്ങളെ സ്വാധീനിക്കും. അവർക്കും തീർത്ഥയാത്രയിൽ താല്പര്യം ഉണ്ടാകും. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ.